ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഏതായിരുന്നു പഠിച്ചത്? സ്വാമി വിവേകാനന്ദനെ പറ്റിയാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ചിക്കാഗോയിൽ മതസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോയപ്പോൾ അനുഭവിച്ച യാതനകൾ തന്നെ നമുക്ക് ആ വാക്ക് പറയാം അല്ലേ? അതിന് പകരം നമുക്ക് വേറെ അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകൊണ്ട് നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതിന്, അല്ലേ? അത് വേറെ ഒന്നും നമുക്ക് അതിന് പകരമായിട്ടൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം അദ്ദേഹം വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം അത് കടന്നുപോയത്. എന്താണ്, അദ്ദേഹത്തിന് ആദ്യം പോകാൻ താല്പര്യം ഉദിക്കുകയും പോകാനുള്ള തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങളെല്ലാം നടത്തി. അങ്ങനെ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ സ്വപ്ന ദർശനത്തിലൂടെയാണ് അദ്ദേഹം പോകാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്. അദ്ദേഹം പോകുന്നു. അവിടെ ചെന്ന സമയത്ത് എന്താക്കിയാണ്, അവിടെ ചെന്നതിന് ശേഷമാണ് അറിഞ്ഞത് ജൂലൈ നടക്കുന്നു എന്ന് പറഞ്ഞ മതസമ്മേളനം നടന്നത് എപ്പോഴാണ്? ഓഗസ്റ്റിലേക്കാണ്. സെപ്റ്റംബർ മാസത്തിലേക്കാണ് മതസമ്മേളനം നടക്കുന്നത്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് എന്ത് വേണമെന്നാണ് പറഞ്ഞത്? മതസംഘടനയുടെ കത്ത് കയ്യിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് പരിചയപ്പെട്ട ഓരോ ആളുകൾ വഴി എന്താണ്, അവിടേക്കുള്ള കത്ത് അദ്ദേഹത്തിന് ലഭിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോവുകയും ചെയ്തു. ആഹാരത്തിനോ വെള്ളത്തിനോ മാർഗമില്ലാതെ അദ്ദേഹം ആ വഴി നടന്നു പോവുകയാണ്. ആരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. കണ്ട ആളുകൾ ആട്ടിപ്പായിക്കുകയും ചെയ്തു. അപ്പോൾ അതേസമയം എന്താണ്, ഒരു വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് വിശ്രമിക്കുന്ന സമയത്ത് ആ വീട്ടിൽ യുവതി ഇറങ്ങി വന്ന് അദ്ദേഹം ആരാണെന്ന് അന്വേഷിക്കുകയും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തിന് ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തെ മതസമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു. അവരുടെ അതിഥിയായിട്ട് അദ്ദേഹം പോവുകയാണ്. മതസമ്മേളനത്തിൽ എന്താണ്, അദ്ദേഹം ഭയങ്കര എന്തായിരുന്നു, നിങ്ങളുടെ ഏകദേശം ഒരു അവസ്ഥയായിരുന്നു. എന്താണ് നിങ്ങളുടെ അവസ്ഥ? ടെൻഷൻ അല്ലേ? മതസമ്മേളനത്തിൽ ചെന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് പറയണമെന്നോ ഒന്നും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അദ്ദേഹം. അതുകൊണ്ട് എന്താണ്, ആദ്യത്തെ സമയത്തെ പ്രസംഗം അദ്ദേഹം ഉപേക്ഷിച്ചു. പിന്നെ അടുത്തൊരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ആ ഇരുന്ന സദസ്യരെ അദ്ദേഹം അഭിസംബോധന ചെയ്തത് എന്താണ്, എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്? സെപ്റ്റംബർ അദ്ദേഹം എന്താണ് പറഞ്ഞത്? പറഞ്ഞേ, എന്ത് വാക്ക് നമ്മൾ വളരെ ഏറ്റവും കൂടുതൽ എന്താണ് ഇപ്പോഴും, പണ്ടെന്നല്ല, 1800 കാര്യമല്ല, ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ പ്രസംഗത്തിൽ എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് സംബോധന ചെയ്തത്? അദ്ദേഹത്തിൻ്റെ സംബോധന എങ്ങനെയുള്ളതായിരുന്നു? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അവരെ സംബോധന ചെയ്തത് ഇപ്പോഴും അലകൾ പോലെ എല്ലാം ഇന്ത്യക്കാരുടെ മനസ്സിൽ, അല്ലെങ്കിൽ അമേരിക്കക്കാരുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, എൻ്റെ അമേരിക്കയിലെ സഹോദരന്മാരെ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത് ആ സദസ്യരെ. അത് കേട്ടപ്പോഴും തന്നെ എന്താണ്, അവിടെ നിന്നവരെല്ലാവരും ആഹ്ലാദപൂർവ്വം കൈയടിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു കഥ പറഞ്ഞു കൊടുത്തില്ലേ? ഏതാണ്? കൂപമണ്ടൂക കഥ. എന്തായിരുന്നു അത്? കിണറിനകത്ത് കിടക്കുന്ന ഒരു തവള അല്ലേ? അപ്പോൾ കടലിൽ നിന്നും ഒരു തവള വന്ന് ആ കിണറ്റിൽ അകപ്പെട്ടു. അവർ തമ്മിലുള്ള ഒരു വർത്തമാനത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ. എന്താണ്? ആ ഒരു മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകളെ സങ്കല്പിച്ചാണ് അദ്ദേഹം ആ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? പിന്നീട് എന്താണ് നമ്മൾ പറഞ്ഞത്? അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ചിക്കാഗോയിലെ പ്രസംഗം ബാക്കി എല്ലാവരും എഴുതി തയ്യാറാക്കി വന്നിരുന്ന് പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതി തയ്യാറാക്കാതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവിടെ നടത്തിയത്. എല്ലാവർക്കും വളരെ താല്പര്യപൂർവ്വം കേട്ടിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വേഷവിധാനം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞേ? ഒരു ചുമപ്പ് കളറ് ഒരു പ്രത്യേക രീതിയിൽ ഉടുത്തിരുന്ന ഡ്രസ്സും തലയിൽ ചുമന്ന തലപ്പാവ് കെട്ടിയതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു വേഷവിധാനം. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മളെന്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നുണ്ടല്ലോ, ഹിന്ദു മതത്തിൻ്റെ വക്താവാണ്. എന്താണ് ആ ഹിന്ദു മതത്തിൻ്റെ വക്താവ്? എന്താണ്? ആ കിണറ്റിൽ ഉള്ള തവളയുടെ അതേ മാനസികാവസ്ഥയാണ് ഒരു മതത്തിലുള്ള വ്യക്തിയാണെന്ന് പറയുന്നത്.
എന്താണ് ലോകത്തിന്റെ പ്രതിബന്ധങ്ങളെ എന്താണ് തകർത്ത് വീഴ്ത്തേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമത്തിന് അമേരിക്കയിലുള്ള ആളുകൾക്ക് അദ്ദേഹം നന്ദി പറയുകയാണ്. അദ്ദേഹത്തിന്റെ ആ ചിക്കാഗോയിൽ വെച്ചുള്ള സെപ്റ്റംബർ 19 നടന്ന പ്രസംഗത്തിന് അതെന്താണ് ആ ഹിന്ദുമതം എന്നൊരു ഉപന്യാസം വരെ അതിന്റെ പേർക്ക് രചിച്ചിട്ടുണ്ട്. കണ്ടോ എന്തൊക്കെയായിരുന്നു ഹിന്ദുമതത്തിലെ തത്വശാസ്ത്രം, പിന്നെ ആദർശങ്ങള്, മനഃശാസ്ത്രം, സിദ്ധാന്തങ്ങൾ എന്നിവയുടെ സംക്ഷിപ്തവും സമഗ്രവുമായ ഒരു വിവരണമാണ് ഏത് ആ ഹിന്ദുമതം എന്ന ഉപന്യാസത്തിൽ ഉള്ളത്. പലപ്പോഴും ശ്രോതാക്കളെ അമൃതാനന്ദത്തിന്റെ അരുമപിതാക്കളെ എന്ന് സ്വാമി അഭിസംബോധന ചെയ്തു. ആ പ്രസംഗത്തിനിടയിൽ എന്താണ് അമൃതാനന്ദത്തിന്റെ അരുമപിതാക്കളെ എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്തു. അതെന്താണ് ആ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് എന്താണ് വളരെ ഒരു ആനന്ദത്തിന്റെ ഒരു കുളിർമഴ പെയ്യുന്ന ഒരു അവസ്ഥയായി കഴിഞ്ഞു അവർക്ക്. ബാക്കി നോക്കിയേ, ബാക്കി ശ്രദ്ധിച്ച മക്കളെ. വിവേകാനന്ദൻ ചിക്കാഗോയിൽ അവതരിപ്പിച്ച ഹിന്ദു മതത്തെക്കുറിച്ചുള്ള പ്രബന്ധം മതചരിത്രത്തിൽ മനുഷ്യന്റെ ദിവ്യത്വം വിളംബരം ചെയ്യുന്നതായിരുന്നു. ഈശ്വര സാക്ഷാത്കാരമാണ് ഏതു മതത്തിന്റെയും പരമലക്ഷ്യം. അവിടെ വിഘടനത്തിന് സ്ഥാനമില്ല. മാനവ ഐക്യമാണ് മുഖ്യം. നാളിതുവരെ മതത്തിന്റെ പേരിൽ മനുഷ്യരാശിയെ ചോരപ്പുഴയിൽ ഒഴുകുകയും മാനവ പുരോഗതിയെ തടയുകയും ചെയ്തു പോന്ന മതഭ്രാന്തനെ വിവേകാനന്ദൻ ശക്തമായി എതിർത്തു. ശ്രോതാക്കൾ സഹർഷം ആ വാക്കുകൾ അംഗീകരിച്ചു. വിശ്വമാനവനായി ഉയരുകയായിരുന്നു ആ ദിവ്യപുരുഷൻ. എന്താണ് വിശ്വമാനവൻ? മാനവൻ എന്ന് വെച്ചാൽ നല്ല മനുഷ്യനാണ്, പുരുഷൻ. അപ്പോൾ വിശ്വത്തോളം ലോകത്തോളം ഉയരുകയാണ് ആ ദിവ്യപുരുഷൻ എന്ന് ചെയ്യുന്നത്. നോക്കിയോ ഒന്നുകൂടെ. വിവേകാനന്ദൻ ചിക്കാഗോയിൽ അവതരിപ്പിച്ച ഹിന്ദു മതത്തെക്കുറിച്ചുള്ള പ്രബന്ധം മതചരിത്രത്തിൽ മനുഷ്യന്റെ ദിവ്യത്വം വിളംബരം ചെയ്യുന്നതായിരുന്നു. ഈശ്വര സാക്ഷാത്കാരമാണ് ഏതു മതത്തിന്റെയും പരമ ലക്ഷ്യം. അവിടെ വിഘടനത്തിന് സ്ഥാനമില്ല. മാനവ ഐക്യമാണ് മുഖ്യം. നാളിതുവരെ മതത്തിന്റെ പേരിൽ മനുഷ്യരാശിയെ ചോരപ്പുഴയിൽ ഒഴുകുകയും മാനവ പുരോഗതിയെ തടയുകയും ചെയ്തു പോന്ന മതഭ്രാന്തനെ വിവേകാനന്ദൻ ശക്തമായി എതിർത്തു. ശ്രോതാക്കൾ സഹർഷം ആ വാക്കുകൾ അംഗീകരിച്ചു. വിശ്വമാനവനായി ഉയരുകയായിരുന്നു ആ ദിവ്യപുരുഷൻ. ദിവ്യപുരുഷൻ എന്ന് പറയുന്ന ആരെയാണ്? സ്വാമി വിവേകാനന്ദനെയാണ്. ബുദ്ധമതം ഹിന്ദുമതത്തിന്റെ പൂർത്തീകരണം എന്ന വിഷയത്തെക്കുറിച്ച് 26-ാം തീയതി സ്വാമി വീണ്ടും പ്രസംഗിച്ചു. അന്നാണ് ഹിന്ദുമതത്തിലെ കർമ്മകാണ്ഡത്തെയും ആധ്യാത്മിക കാണ്ഡത്തെയും കുറിച്ച് സ്വാമി വിശദീകരിച്ചത്. എന്താണ് ബുദ്ധമതം? നമ്മൾക്കറിയാമല്ലോ, ബുദ്ധമത വിശ്വാസികൾ കേരളത്തിൽ തീരെ കുറവാണ്, ഇല്ലേ? ഉണ്ടോ? കാണും. ബുദ്ധമത വിശ്വാസികൾ പൊതുവെ കേരളത്തിൽ കുറവാണ്. അപ്പോഴെന്താണ്, പക്ഷേ ഇന്ത്യയിൽ ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ ധാരാളം ഉണ്ട് ബുദ്ധമത വിശ്വാസികൾ. അപ്പോഴാ ബുദ്ധമതം എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദുമതത്തിന്റെ പൂർത്തീകരണം എന്ന വിഷയത്തെക്കുറിച്ച്. എന്താണ് വിഷയത്തിന്റെ പേര് നമ്മൾ ഓർത്തേ? ബുദ്ധമതം ഹിന്ദുമതത്തിന്റെ പൂർത്തീകരണം എന്ന വിഷയത്തെക്കുറിച്ച് 26-ാം തീയതി സ്വാമി വീണ്ടും പ്രസംഗിച്ചു. അന്നാണ് ഹിന്ദുമതത്തിലെ കർമ്മകാണ്ഡത്തെയും ആധ്യാത്മിക കാണ്ഡത്തെയും കുറിച്ച് സ്വാമി വിശദീകരിച്ചത്. മതമഹാസമ്മേളനത്തിന്റെ അന്താരാഷ്ട്ര പരിപാടികൾ 17 ദിവസം നീണ്ടുനിന്നു. ഓരോരുത്തർക്കും അനുവദിച്ചിരിക്കുന്ന സമയം അരമണിക്കൂറായിരുന്നു. എന്നാൽ ശ്രോതാക്കളുടെ ആവശ്യപ്രകാരം സ്വാമിയുടെ സമയം അധ്യക്ഷൻ നീട്ടിക്കൊടുത്തിരുന്നു. എന്താണ്, എല്ലാവർക്കും എത്ര സമയമാണ്? അരമണിക്കൂറാണ് അനുവദിച്ചിരുന്നത്, അല്ലേ? ടൈം ഷെഡ്യൂൾ വേണ്ടേ? ഇപ്പം നിങ്ങൾക്ക് സ്കൂളിൽ വരുമ്പോൾ പോലും ഓരോ പീരീഡ് ഒരു ടൈം ഷെഡ്യൂൾ ഇല്ലേ? രാവിലെ സ്കൂളിൽ വരിക, ഫസ്റ്റ് അവർ, സെക്കൻഡ് അവർ കഴിഞ്ഞിട്ട് എന്താണ് ഇന്റർവെല്, പിന്നെ ഒരു 2 അവർ കഴിഞ്ഞിട്ട് എന്താണ് ലഞ്ച് ബ്രേക്ക്, പിന്നെയും ഫ്ലവേഴ്സ് ഉണ്ട്, അല്ലേ? അതെല്ലാം എന്താണ് ടൈം ഷെഡ്യൂളാണ്. കൃത്യമായിട്ട് ഒരു ദിവസത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോഴെന്താണ് ഓരോരുത്തർക്കും എത്ര സമയമാണ്?
അരമണിക്കൂറാണ് അനുവദിച്ചു കൊടുത്തിരുന്നത്. എന്നാൽ എന്താണ്, ശ്രോതാക്കളുടെ ആവശ്യപ്രകാരം സ്വാമിജിയുടെ സമയം അധ്യക്ഷൻ നീട്ടിക്കൊടുത്തിരുന്നു. എന്നാൽ എന്താണ്, ആ ശ്രോതാക്കളുടെ ആ കേൾവിക്കാർ, ശ്രോതാക്കൾ എന്ന് പറയുന്ന ആരെയാണ്? കേൾവിക്കാർ. ആ പ്രസംഗം കേൾക്കാനിരിക്കുന്ന ആൾക്കാരാണ് ആര്? കേൾവിക്കാർ. ആ കേൾവിക്കാരുടെ എന്ത് ചെയ്തു? ആ കേൾവിക്കാരുടെ അഭ്യർത്ഥന പ്രകാരം, അവരുടെ ആവശ്യപ്രകാരം എന്താണ്, ആ സ്വാമിജിയുടെ സമയം അധ്യക്ഷൻ നീട്ടിക്കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവരും ഇരിക്കണം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ താല്പര്യമാണ്, കുറച്ചുകൂടി സമയം അനുവദിക്കും എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവർക്കും ഒരേ ആവശ്യമായി കഴിഞ്ഞപ്പോൾ എന്താണ്, തീർച്ചയായിട്ടും അധ്യക്ഷൻ അതിന് സമയം നീട്ടിക്കൊടുത്തു. സ്വാമിജിയുടെ 2-3 പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ 1-2 പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിച്ചു. വർത്തമാന പത്രങ്ങൾ അദ്ദേഹത്തെ ദിവ്യശക്തിയുള്ള വാഗ്മി എന്ന് വാഴ്ത്തി. അപ്പോഴെന്താണ്, അവിടുത്തെ ന്യൂസ് പേപ്പറുകൾ, വർത്തമാന പത്രങ്ങൾ എന്താണ്, അദ്ദേഹത്തെ ദിവ്യശക്തിയുള്ള വാഗ്മി എന്ന് വാഴ്ത്തി. പുരുഷന്മാരും സ്ത്രീകളും അദ്ദേഹത്തെ തങ്ങളുടെ അതിഥിയായി ക്ഷണിക്കുവാൻ മത്സരിച്ചു. പുരുഷന്മാരും അവിടെ പങ്കെടുക്കാൻ വന്ന, അതിൽ കൂടാൻ വന്ന പുരുഷന്മാരും സ്ത്രീകളും എന്താണ്, അദ്ദേഹത്തെ തങ്ങളുടെ അതിഥിയായി, ഗസ്റ്റ്, അതിഥിയായി ക്ഷണിക്കുവാൻ മത്സരിച്ചു. സർവമത സമ്മേളനത്തിൽ ചെയ്ത 5 പ്രഭാഷണങ്ങളിൽ ഒടുവിലത്തേത് സെപ്റ്റംബർ 27-ാം തീയതി ആയിരുന്നു. ആ പ്രസംഗം വിവേകാനന്ദൻ ഇങ്ങനെയാണ് അവസാനിപ്പിച്ചത്. എന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗം? സെപ്റ്റംബർ 27-ാം തീയതിയാണ്. അപ്പോൾ ആ പ്രസംഗത്തിൽ അദ്ദേഹം എങ്ങനെയാണ് അവസാനിപ്പിച്ചതെന്ന് നോക്കിയേ. തപസ്, പവിത്രത, ദാനശീലം ഇവയൊന്നും തന്നെ ലോകത്തിലെ ഒരു മതത്തിൻ്റെയും കുത്തകയല്ല. എല്ലാ മതങ്ങളും ശ്രേഷ്ഠരായ സ്ത്രീ പുരുഷന്മാരെ സംഭാവന നൽകിയിട്ടുണ്ട്. ഇത് പ്രമാണ സിദ്ധാന്തമാണ്. എന്നാൽ ഈ വസ്തുത ഓർക്കാതെ തൻ്റെ മതം മാത്രം മറ്റുള്ള മതങ്ങളുടെ നാശത്തിൽ നിന്നും വളരണമെന്നും ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അയാൾ ദയനീയനാണെന്ന് ഹൃദയം തുറന്ന് ഞാൻ പ്രഖ്യാപിക്കും. അയാളോട് ഈ വിധം ചൂണ്ടിപ്പറയുകയും ചെയ്യും. ചിലർക്കിഷ്ടമില്ലെങ്കിലും മതത്തിൻ്റെ കൊടികളിൽ ഈ മുദ്രാവാക്യം രേഖപ്പെടുത്തും. പോരാട്ടം നിർത്തി സഹായിക്കുക, ഇല്ലായ്മ ചെയ്യാൻ മുതിരാതെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക. ഭിന്നിപ്പിക്കല്ല, ഐക്യവും ശാന്തിയുമാണ് ആവശ്യം. നോക്കിയേ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്താണ് നോക്കിയേ. തപസ്, പവിത്രത, ദാനശീലം. ഏതൊക്കെയാണ്? തപസ്, പവിത്രത, ദാനശീലം എന്നിവയൊന്നും തന്നെ ലോകത്തിൻ്റെ ഒരു മതത്തിൻ്റെയും കുത്തകയല്ല. അപ്പോഴെന്താണ് ഈ തപസ് അനുഷ്ഠിക്കുന്നതും നമ്മൾ വളരെ പവിത്രമായിട്ടിരിക്കുന്നതും നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം കൊടുക്കുന്നതും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ്? അത് ലോകത്തിലെ ഒരു മതത്തിൻ്റെയും കുത്തകയല്ല. അതൊന്നും എല്ലാ മതങ്ങളും ശ്രേഷ്ഠരായ സ്ത്രീ പുരുഷന്മാരെ സംഭാവന നൽകിയിട്ടുണ്ട്. ഇത് പ്രമാണ സിദ്ധാന്തമാണ്. എന്നാൽ ഈ വസ്തുത ഓർക്കാതെ തൻ്റെ മതം മാത്രം മറ്റുള്ളവരുടെ മതങ്ങളുടെ നാശത്തിൽ നിന്ന് വളരണമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അയാൾ ദയനീയനാണെന്ന് ഹൃദയം തുറന്ന് ഞാൻ പ്രഖ്യാപിക്കും. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. അപ്പോഴെന്താണ്, ആ ഒരു ആർക്കെങ്കിലും ദാനം കൊടുക്കണമെങ്കിലോ ആരെന്തെങ്കിലും പവിത്രതയുണ്ടെങ്കിലോ തപസ്സുണ്ടെങ്കിലോ അതൊക്കെ എന്താണ്, ഒരു മതത്തിൻ്റെ കുത്തകയല്ല ഒരിക്കലും. അത് എന്താണ്, എല്ലാ മതങ്ങളിലും ശ്രേഷ്ഠരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ സംഭാവന നൽകിയിട്ടുണ്ട്. ഇത് പ്രമാണ സിദ്ധാന്തമാണ്. അതെന്താണ്, ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, ഒരു പ്രമാണ സിദ്ധാന്തമാണ്. എന്നാൽ ഈ വസ്തുത ഓർക്കാതെ തൻ്റെ മതം മാത്രം മറ്റുള്ളവരുടെ മതങ്ങളുടെ നാശത്തിൽ നിന്നും വളരണമെന്ന് ആർക്കെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു വസ്തുത എൻ്റെ മതത്തിലാണ്, ആ മറ്റുള്ള മതങ്ങളുടെ നാശത്തിന് ആകണം എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, ആ ഒരു മറ്റുള്ള മതങ്ങളുടെ നാശത്തിൽ നിന്നും വളരണമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ദയനീയനാണെന്ന് ഹൃദയം തുറന്ന് ഞാൻ പ്രഖ്യാപിക്കും. അങ്ങനെ എന്താണ്, മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ നശിച്ചു പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കും. അയാളോട് ഈ വിധം ചൂണ്ടിപ്പറയുകയും ചെയ്യും. ആ വ്യക്തിയിലൂടെ ഞാൻ ഇക്കാര്യം ചൂണ്ടിപ്പറയുകയും ചെയ്യും. ചിലർക്ക് ഇഷ്ടമില്ലെങ്കിലും മതത്തിൻ്റെ കൊടികളിൽ ഈ മുദ്രാവാക്യം രേഖപ്പെടുത്തും. ചിലർക്ക്
നമ്മൾ കൊടികളിലൊക്കെ മുദ്രാവാക്യം രേഖപ്പെടുത്തുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ചില മതങ്ങളിൽ ഈ മുദ്രാവാക്യം രേഖപ്പെടുത്തണം. പോരാട്ടം നിർത്തി സഹായിക്കുക. ഇതാണ് നിങ്ങളുടെ യുദ്ധം, നിങ്ങളുടെ ആ ഒരു പോരാട്ടം, നിങ്ങളുടെ വാശി വൈരാഗ്യവും എല്ലാം നിർത്തി സഹകരിക്കുക. ഇല്ലായ്മകൾ ചെയ്യാൻ മുതിരാതെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക. ഇല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്താണ് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക. ഭിന്നിപ്പല്ല, ഐക്യവും ശാന്തിയുമാണ് ആവശ്യം. ഒരിക്കലും ഒരു ഭിന്നിപ്പല്ല ആഗ്രഹിക്കുന്നത്. എന്താണ് പിന്നെ? ഒരു ഐക്യവും ശാന്തിയുമാണ് ആവശ്യം. 5 പ്രസംഗങ്ങൾ കഴിഞ്ഞതോടെ എല്ലാവരും വിവേകാനന്ദനെ അംഗീകരിച്ചു. എന്താണ്? 5 പ്രസംഗങ്ങൾ കഴിഞ്ഞതോടെ എല്ലാവരും വിവേകാനന്ദനെ അംഗീകരിച്ചു. ആ പ്രസംഗങ്ങളിൽ ഹൈന്ദവ ശാസ്ത്രം സ്വാമി വിശദീകരിച്ചു. എന്താണ്? ആ പ്രസംഗങ്ങളിൽ ഹൈന്ദവ തത്വശാസ്ത്രം സ്വാമി വിശദീകരിച്ചു. വിഗ്രഹാരാധനയെക്കുറിച്ചും മറ്റും ഉണ്ടായിരുന്ന സംശയങ്ങൾ യുക്തിഭദ്രമായി ദൂരീകരിച്ചു. സമ്പുഷ്ടമായ ഭാരത സംസ്കാരം എന്താണെന്ന് ലളിതമായ വാക്കുകളിൽ സ്വാമി പറഞ്ഞു കൊടുത്തു. ഈ പ്രസംഗങ്ങൾ നടക്കുമ്പോഴെല്ലാം വിവേകാനന്ദന്റെ മനസ്സിൽ ഭാരതാംബ അനുഭവിക്കുന്ന നരകയാതനയുടെ ചിത്രം ഉണ്ടായിരുന്നു. അവിടെ അസംഖ്യം ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ്. വിഭവവിഹീനമായ ഭാരതത്തിന്റെ അവസ്ഥ പരമദയനീയവും. ഈ ദുസ്ഥിതി മാറണം. അതിനായി പ്രയത്നിക്കണം. ഓരോ രാത്രിയും ഈ ശപഥം ആവർത്തിച്ചാണ് സ്വാമി ശ്രമിക്കുക. അങ്ങനെയാണ് ഒരു പ്രസംഗ പര്യടനത്തെക്കുറിച്ച് വിവേകാനന്ദൻ ആലോചിച്ചത്. നോക്കിയേ, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ 5 പ്രസംഗങ്ങൾ കഴിഞ്ഞതോടെ എല്ലാവരും വിവേകാനന്ദനെ അംഗീകരിച്ചു. ആ പ്രസംഗങ്ങളിൽ ഹൈന്ദവ തത്വശാസ്ത്രം സ്വാമി വിശദീകരിച്ചു. അവരുടെ പ്രസംഗങ്ങളിൽ എന്താണ്? ആ ഹൈന്ദവ തത്വശാസ്ത്രം സ്വാമി വിശദീകരിച്ചു. വിഗ്രഹാരാധനയെക്കുറിച്ചും മറ്റും ഉണ്ടായിരുന്ന സംശയങ്ങൾ യുക്തിഭദ്രമായി ദൂരീകരിച്ചു. വിഗ്രഹാരാധനയെക്കുറിച്ചുണ്ടായിരുന്ന സംശയങ്ങൾ എന്താണ്? അദ്ദേഹം യുക്തിഭദ്രമായിട്ട് ദൂരീകരിച്ചു. സമ്പുഷ്ടമായ ഭാരത സംസ്കാരം എന്താണെന്ന് ലളിതമായ വാക്കുകളിൽ സ്വാമി പറഞ്ഞു കൊടുത്തു. എന്താണ് സമ്പുഷ്ടമായിട്ടുള്ള ഭാരത സംസ്കാരം? നമ്മൾക്ക് വളരെ സമ്പുഷ്ടമാണ് നമ്മളുടെ ഭാരത സംസ്കാരം. ലോകത്തിലെ മറ്റു ഒരു രാജ്യത്തിനും ഇല്ലാത്ത അത്രയും പവിത്രമായിട്ടുള്ള സംസ്കാരമാണ് നമ്മളുടെ ഭാരത സംസ്കാരം, ഇന്ത്യൻ കൾച്ചർ കേട്ടോ. ലോകത്തിൽ ഇത്രയും പ്യൂരിറ്റി ആയിട്ടുള്ള, ഇത്രയും പവിത്രമായിട്ടുള്ള ഒരു കൾച്ചർ വേറെ ലോകത്തിൽ ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. നോക്കിയേ, സമ്പുഷ്ടമായ ഭാരത സംസ്കാരം എന്താണെന്ന് ലളിതമായ വാക്കുകളിൽ സ്വാമി പറഞ്ഞു കൊടുത്തു. ഈ പ്രസംഗങ്ങൾ നടത്തുമ്പോഴെല്ലാം വിവേകാനന്ദന്റെ മനസ്സിൽ ഭാരതാംബ അനുഭവിക്കുന്ന നരകയാതനയുടെ ചിത്രം ഉണ്ടായിരുന്നു. എന്താണ്? ഈ പ്രസംഗം നടത്തുന്ന സമയത്ത് എല്ലാം എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ? ആ ഭാരതാംബ അനുഭവിക്കുന്ന നരകയാതനയുടെ ചിത്രം ഉണ്ടായിരുന്നു. ഇവിടെ അസംഖ്യം ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ്. ഇവിടെ ഒരുപാട് ജനങ്ങൾ എന്താണ്? വളരെ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. വിഭവവിഹീനമായ ഭാരതത്തിന്റെ അവസ്ഥ പരമദയനീയവും. വിഹീനമായ ഭാരതത്തിന്റെ അവസ്ഥ വളരെ പരമദയനീയവുമാണ്. ഈ ദുരിതസ്ഥിതി മാറണം. അതിനായി പ്രയത്നിക്കണം. ഓരോ രാത്രിയും ഈ ശപഥം ആവർത്തിച്ചാണ് സ്വാമി വിശ്രമിക്കുക. അപ്പോൾ ഓരോ രാത്രിയും അദ്ദേഹം എന്താണ് പറയുന്നത്? ഇവിടുത്തെ ഭാരതത്തിന്റെ അവസ്ഥ പരമദയനീയമായിട്ടുള്ള ഈ അവസ്ഥ മാറണം. അതിനായിട്ട് പ്രയത്നിച്ചേ മതിയാവും. അങ്ങനെയാണ് ഒരു ഭാരത പര്യടനത്തെക്കുറിച്ച് വിവേകാനന്ദൻ ആലോചിക്കുന്നത്. ഭാരത പര്യടനത്തെ പറ്റി അദ്ദേഹം ആലോചിക്കാനുള്ള ഒരു അങ്ങനെയാണ് ഒരു പ്രസംഗ പര്യടനത്തെക്കുറിച്ച് വിവേകാനന്ദൻ ആലോചിക്കുന്നത്. നോക്കിയേ, വിവേകാനന്ദന്റെ ആഗ്രഹം അറിഞ്ഞ അമേരിക്കയിലെ ഒരു സംഘടന അദ്ദേഹത്തെ സഹായിക്കുവാൻ മുന്നോട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ്? അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന മുന്നോട്ട് വന്നു. സ്വാമിജി ആ സഹായം സ്വീകരിച്ചു. അപ്പോഴെന്താണ്? സ്വാമിജിക്ക് ആ ഒരു സഹായം, ആ സംഘടനയുടെ സഹായം അദ്ദേഹം സ്വീകരിച്ചു. ഭാരതീയ സംസ്കാരത്തെ ലോകത്തെ എവിടെയും എത്തിക്കുക എന്നതായിരുന്നു വിവേകാനന്ദന്റെ ലക്ഷ്യം. എന്താണ്?
ഭാരതീയ സംസ്കാരത്തെ ലോകത്ത് എവിടെയും എത്തിക്കുക എന്നതായിരുന്നു വിവേകാനന്ദന്റെ ലക്ഷ്യം. ചിക്കാഗോ, അയോവ, സെന്റ് ലൂയി, ഇൻഡിയാനോ, മിന്നേയ, ഡിസോയിറ്റ്, കേംബ്രിഡ്ജ്, വാഷിംഗ്ടൺ, ന്യൂയോർക്ക് തുടങ്ങിയ നഗരങ്ങളിൽ സ്വാമി പ്രസംഗിച്ചു. അപ്പോൾ അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ഭാരതീയ സംസ്കാരത്തെ പറ്റി പ്രസംഗിച്ചു. ഓരോ പ്രസംഗത്തിലും യേശുദേവന്റെ പവിത്ര ജീവിതത്തെക്കുറിച്ച് സുവിശേഷങ്ങൾ ഉദ്ധരിച്ച് സംസാരിച്ചു. അപ്പോൾ ഓരോ പ്രസംഗത്തിലും എന്താണ് യേശുക്രിസ്തുവിന്റെ പവിത്രമായ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സുവിശേഷങ്ങൾ ഉദ്ധരിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതുപോലെ തന്നെ നടപ്പിലിരുന്ന ദുഷിച്ച വഴക്കങ്ങളെ വിശദമായി വിമർശിച്ചു. അതുപോലെ തന്നെ എന്താണ് ആ നടപ്പിലിരിക്കുന്ന ദുഷിച്ച വഴക്കങ്ങളെ നമ്മൾ എന്താണ് കുറേ ദുഷിച്ച ചിന്താഗതി നമ്മൾ തലമുറകളായിട്ട് വെച്ച് പുലർത്തുന്നുണ്ടല്ലോ, അതിനെല്ലാം അദ്ദേഹം എന്താണ് വിശദമായി വിമർശിച്ചു. സ്വാമിയുടെ ഈ ധീരമായ വാക്കുകൾ യുവാക്കളെ ആകർഷിച്ചു. സ്വാമിയുടെ ഈ വാക്കുകൾ എന്താണ്, ധീരമായിട്ടുള്ള വാക്കുകൾ എന്ത് ചെയ്തു, യുവാക്കളെ ആകർഷിച്ചു. അവർ പറയാൻ മടിക്കുന്നത് സ്വാമി ധീരമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ പുളകിതരായി അവർ അദ്ദേഹത്തെ പിന്താങ്ങി. അപ്പോഴെന്താണ് ഈ യുവാക്കൾ പറയാൻ മടിക്കുന്ന വാക്കുകളാണത്. അവർ പറയാൻ മടിക്കുന്നത് സ്വാമി ധീരമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ, ആ യുവാക്കൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ സ്വാമി ധീരമായിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ പുളകിതരായി അവർ അദ്ദേഹത്തെ പിന്താങ്ങി. ഹർഷപുളകിതരായി നമ്മൾ ആ ഒരു രോമാഞ്ചത്തോടു കൂടി അദ്ദേഹത്തെ അവർ പിന്താങ്ങി, കൈ കൊണ്ട് ക്ലാപ്പ് ചെയ്ത് അദ്ദേഹത്തെ പിന്താങ്ങി. എങ്കിലും ഈ കാലഘട്ടത്തിൽ സ്വാമി നടത്തിയ പ്രസംഗത്തെക്കുറിച്ചും അഭിമുഖങ്ങളെക്കുറിച്ചും പരിമിതമായ അറിവേ നമുക്കുള്ളൂ എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണ്. അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ സ്വാമി നടത്തിയ പ്രസംഗങ്ങളെക്കുറിച്ചും അഭിമുഖങ്ങളെക്കുറിച്ചും വളരെ പരിമിതമായിട്ടുള്ള അറിവ്, വളരെ കുറച്ച് അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ എന്നത് ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. എന്തുകൊണ്ടാവാം? നമ്മളുടെ ഈ ഒരു സോഷ്യൽ മീഡിയാസിൻ്റെ അഭാവമാണ്. ഇവിടുന്ന് കൂടെ ഒരാൾ കൂടി പോയെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് തന്നെ ആരെങ്കിലും മന്ത്രിമാരൊക്കെ വിദേശ പര്യടനം പോകുമ്പോൾ എന്താണോ കൂടെ കുറേ ആളുകൾ കാണും, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത് ന്യൂസ് പിടിച്ച് ലൈവായിട്ട് എല്ലായിടും അറിയിക്കാൻ വേണ്ടി കാണും. പക്ഷെ അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലായിരുന്നല്ലോ, അല്ലേ? അതുകൊണ്ട് എന്തൊക്കെയാണെന്ന് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി വളരെ കുറച്ച് പരിമിതമായ അറിവേ നമുക്കുള്ളത്. വളരെ വിഷമം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. പ്രസംഗങ്ങളിൽ മാനവരുടെ ഒരുമയുടെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗങ്ങളിൽ ആ ഒരു മനുഷ്യരുടെ ഒരുമയുടെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിച്ചു. വിശ്വശാന്തിയാണ് പ്രധാനമെന്ന് തീർത്ഥം പറഞ്ഞു. വിശ്വത്തിൻ്റെ ഒരു ശാന്തിയാണ് പ്രധാനമെന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞു. ഉപനിഷത്തുകൾ ശാന്തിക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പാശ്ചാത്യരെ ബോധ്യപ്പെടുത്തി. ഉപനിഷത്തുകൾ ശാന്തിക്കാണ്, സമാധാനത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പാശ്ചാത്യരെ ബോധ്യപ്പെടുത്തി. വെട്ടിത്തുറന്നുള്ള വാക്കുകൾ പൗരോഹിത്യത്തിൻ്റെ കടയ്ക്കൽ കൊണ്ടു. അപ്പോൾ അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ കടയ്ക്കൽ, അവരുടെ കടയ്ക്കൽ കൊള്ളുക എന്ന് വെച്ചാൽ നിങ്ങളെ നമ്മുടെ ഏറ്റവും ഉയർന്ന നമ്മുടെ തലയിൽ തന്നെ കഴുത്തിന് തന്നെ വെട്ടുക എന്നൊക്കെ പറയത്തില്ലേ, കടയിൽ വെട്ടുക എന്നൊക്കെ പറഞ്ഞ കടയ്ക്കൽ വെട്ടുക എന്നുള്ളത്. പൗരോഹിത്യത്തിൻ്റെ കടയ്ക്കൽ എന്ന് വെച്ചാൽ പൗരോഹിത്യത്തിന് നിൽക്കുന്ന ഒരാളിൻ്റെ കഴുത്തിന് വെട്ടുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അത് സ്വാമിക്ക് ചില ശത്രുക്കളെയും സൃഷ്ടിച്ചു. അതുകൊണ്ട് അത്രയും വെട്ടിത്തുറന്നുള്ള പറച്ചുകാരൻ അദ്ദേഹത്തിന് കുറെ ശത്രുക്കളെയും സൃഷ്ടിച്ചു. ദൈവികമായ വേലയാണ് താൻ ചെയ്യുന്നതെന്ന ഉറച്ച വിശ്വാസം വിഘ്നങ്ങൾ തരണം ചെയ്യുവാൻ അദ്ദേഹത്തിന് സഹായകമായി. താൻ ചെയ്യുന്നത് വളരെ നല്ല ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ് താൻ ചെയ്യുന്നത് എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസം അദ്ദേഹത്തിൻ്റെ എല്ലാ വിഘ്നങ്ങളും എല്ലാ തടസ്സങ്ങളും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സഹായകമായി. പ്രസംഗ കാര്യാലയക്കാർ സമ്പാദിച്ച പണത്തിൻ്റെ നേരിയ ഭാഗം മാത്രമേ സ്വാമിക്ക് നൽകിയുള്ളൂ. ഇത് മനസ്സിലാക്കി സ്വാമി അവരുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു.
പ്രതിഫലം വാങ്ങാതെ അദ്ദേഹം തന്റെ പ്രസംഗ പര്യടനം തുടർന്നു. ആഴ്ചയിൽ 12 അതിലധികമോ പ്രസംഗങ്ങൾ അദ്ദേഹം ചെയ്തു. വിവേകാനന്ദൻ ഡിയോട്രറ്റിൽ താമസിക്കുന്ന കാലത്ത് മിസ് ഗ്രീൻലാൻഡ് എന്ന യുവതിയുടെ സ്വാമിയുടെ ശിഷ്യയായത്. അവർ സിസ്റ്റർ കത്രീന എന്ന പേര് സ്വീകരിച്ചു. ന്യൂയോർക്കിൽ വെച്ച് 1995 ഫെബ്രുവരി മുതൽ ജൂൺ വരെ രാജയോഗവും ജ്ഞാനയോഗവും കുറെ പേരെ പഠിപ്പിച്ചു. ബ്രൂക്ലിനിൽ നിന്ന് വന്ന മിസ് എന്നി വാട്സോ കേട്ട് എഴുതിയെടുത്തതാണ് ഈ പ്രസിദ്ധമായ രാജയോഗം എന്ന പുസ്തകം. ഇവർ പിന്നീട് സിസ്റ്റർ ഹരിദാസി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇക്കാലത്ത് ധാരാളം പ്രശസ്തരുമായി വിവേകാനന്ദൻ സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചു. നോക്കിക്കേ, പ്രസംഗ കാര്യാലയക്കാർ സമ്പാദിച്ച പണത്തിന്റെ നേരിയ ഭാഗം മാത്രമേ സ്വാമിക്ക് നൽകിയിരുന്നുള്ളൂ. അപ്പോഴെന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ എന്താണ് ടിക്കറ്റ് എടുത്താണ് കയറിയിരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തൊരു നേരിയ ഭാഗം മാത്രമേ സ്വാമിക്ക് നൽകിയിരുന്നുള്ളൂ. ഇത് മനസ്സിലാക്കിയ സ്വാമി അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. അദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം അവരുമായിട്ടുള്ള ആ പ്രസംഗ കാര്യാലയക്കാരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. പ്രതിഫലം വാങ്ങാതെ അദ്ദേഹം തന്റെ പ്രസംഗ പര്യടനം തുടർന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് അദ്ദേഹം അത് കേൾക്കാനിരിക്കുന്ന ആരിൽ നിന്നും അദ്ദേഹം പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്താണ് പ്രതിഫലം വാങ്ങാതെ അദ്ദേഹം തന്റെ പ്രസംഗ പര്യടനം തുടർന്നു. ആഴ്ചയിൽ 12 അതിലധികമോ പ്രസംഗങ്ങൾ അദ്ദേഹം ചെയ്തു. ഒരാഴ്ചയിൽ 12 അതിൽ അധികമോ പ്രസംഗങ്ങൾ അദ്ദേഹം ചെയ്തു. വിവേകാനന്ദൻ ഡിയോറ്ററിൽ താമസിക്കുന്ന കാലത്താണ് മിസ് ഗ്രീൻലാൻഡ് എന്ന യുവതി സ്വാമിയുടെ ശിഷ്യയായത്. ആ ഡിയോയിറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് എന്താണ് മിസ് ഗ്രീൻസ്റ്റേഡ് എന്ന യുവതി സ്വാമിയുടെ ശിഷ്യയായത്. അവർ എന്താണ് സിസ്റ്റർ ക്രിസ്റ്റീന എന്ന പേര് സ്വീകരിച്ചു. എന്താണ് അവർ ശിഷ്യയായി കഴിഞ്ഞാൽ അവരെന്താണ് മിസ് സിസ്റ്റർ ക്രിസ്റ്റീന എന്ന പേര് സ്വീകരിച്ചു. ന്യൂയോർക്കിൽ വെച്ച് 1895 ഫെബ്രുവരി മുതൽ ജൂൺ വരെ രാജയോഗവും ജ്ഞാനയോഗവും കുറെ പേരെ പഠിപ്പിച്ചു. 1895 ഫെബ്രുവരി മുതൽ എന്താണ് അദ്ദേഹം ആ ജൂൺ വരെ രാജയോഗവും ജ്ഞാനയോഗവും കുറെ പേരെ പഠിപ്പിച്ചു. ബ്രൂക്കിൽ നിന്ന് വന്ന മിസ് എന്നി വാൾട്ടോ കേട്ട് എഴുതിയെടുത്തതാണ് പ്രസിദ്ധമായ രാജയോഗം എന്ന പുസ്തകം. എന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ബ്രൂക്കിൽ നിന്ന് വന്ന മിസ് എന്നി വാൾട്ടോ അത് കേട്ട് എഴുതിയതാണ് പ്രസിദ്ധമായിട്ടുള്ള എന്താണ് രാജയോഗം എന്ന പുസ്തകം. ഇവർ പിന്നീട് സിസ്റ്റർ ഹരിദാസി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇവരെന്താണ് പിന്നീട് സിസ്റ്റർ ഹരിദാസി എന്ന പേരിൽ ഇവരെ അറിയപ്പെട്ടു. ഇക്കാലത്ത് ധാരാളം പ്രശസ്തരുമായി വിവേകാനന്ദൻ സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചു. ധാരാളം പ്രശസ്തരുമായി വിവേകാനന്ദൻ ഈ സമയത്ത് സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചു. ഭാരതത്തിലെ ദാരിദ്ര്യം പരിഹരിക്കുക, ഹൈന്ദവ ശാസ്ത്രം ലോകജനതയെ ബോധ്യപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളുമായി പുറപ്പെട്ട വിവേകാനന്ദൻ അപ്പോഴേക്കും വിശ്വമാനവനായി തീർന്നിരുന്നു. എന്തൊക്കെയാണ് ഭാരതത്തിന്റെ ദാരിദ്ര്യം, ഒരു ദാരിദ്ര്യാവസ്ഥ പരിഹരിക്കുക. പിന്നെന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം? ഒരു ദാരിദ്ര്യം പരിഹരിക്കുക. പിന്നെന്താണ്? ഹൈന്ദവ ശാസ്ത്രം ലോകജനതയെ ബോധ്യപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളുമായി പുറപ്പെട്ട വിവേകാനന്ദൻ അപ്പോഴേക്കും വിശ്വമാനവനായി തീർന്നിരുന്നു. പാശ്ചാത്യരെ ആ പേരിൽ അഭിമാനം കൊണ്ടു. പാശ്ചാത്യരാകെ ആ ഒരു പേരിൽ അഭിമാനം കൊണ്ടു. അമേരിക്കയിലെ വേദാന്ത പ്രചരണ പ്രവൃത്തി വിവേകാനന്ദനെ താങ്ങാവുന്നതിലധികമായിരുന്നു. എന്താണ് അമേരിക്കയിലെ ആ വേദാന്ത പ്രചരണ പ്രവൃത്തി വിവേകാനന്ദന് താങ്ങാവുന്നതിലധികമായിരുന്നു. ഒഴിവ് വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാലും ജ്ഞാനസുകളുടെ ആഗ്രഹം അനുസരിച്ച് ഗീത, ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം, ഭക്തിശാസ്ത്രം എന്നിവ അദ്ദേഹം പഠിപ്പിച്ചു. അപ്പോഴെന്താണ് അദ്ദേഹത്തിൻ്റെ ആ വേദാന്ത പ്രചരണ പ്രവൃത്തി അദ്ദേഹത്തിന് വളരെ താങ്ങാവുന്നതിലധികമുള്ള ജോലിഭാരമായിരുന്നു. എന്നിരുന്നാൽ പോലും കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ അദ്ദേഹത്തിന് തോന്നിയെങ്കിലും വിജ്ഞാനം എന്താണ് തീവ്ര ജിജ്ഞാസുക്കളുടെ അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസുക്കളുടെ ആഗ്രഹം എന്താണ് അനുസരിച്ച് ഗീത, ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം, ഭക്തിശാസ്ത്രം എന്നിവ അദ്ദേഹം പഠിപ്പിച്ചു.
ഓരോ വ്യക്തിയെയും പൂർണ്ണതയിലേക്ക് നയിക്കുക എന്നതായിരുന്നു സ്വാമിയുടെ മുദ്രാവാക്യം. സെന്റ് ലോറൻസ് നദീതീരത്തുള്ള തനസ് ഐലാൻഡ് പാർക്കിൽ താമസിച്ചാണ് അദ്ദേഹം വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ചത്. അവിടെ നിന്നും 1895 ഓഗസ്റ്റ് 7-ാം തീയതി വിവേകാനന്ദൻ ന്യൂയോർക്കിലേക്ക് മടങ്ങി. അവിടെ താമസിക്കുമ്പോഴാണ് ലണ്ടനിലേക്ക് ചെല്ലുവാനുള്ള ക്ഷണം സ്വാമിക്ക് ലഭിച്ചത്. അപ്പോൾ ന്യൂയോർക്കിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ലണ്ടനിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ക്ഷണം സ്വാമിക്ക് ലഭിച്ചിരുന്നു. 3 മാസക്കാലമേ സ്വാമിജി ലണ്ടനിൽ വസിച്ചുള്ളൂ. അവിടെ വെച്ച് പ്രസംഗം കേൾക്കാൻ വന്ന മിസ് മാർഗരറ്റ് നോബിൾ എന്ന അധ്യാപിക സ്വാമിയുടെ ശിഷ്യയായി തീർന്നു. എല്ലാ സമ്പത്തും ഭാരതീയ മഹിളകളുടെ പുരോഗതിക്ക് സമർപ്പിച്ച നോബിൾ പിൽക്കാലത്ത് സിസ്റ്റർ നിവേദിത എന്ന പേരിൽ അറിയപ്പെട്ടു. എന്താണ് ആ സമയത്ത് അദ്ദേഹം ലണ്ടനിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് മിസ് മാർഗരറ്റ് നോബിൾ എന്ന അധ്യാപികയാണ് അദ്ദേഹം. അധ്യാപിക സ്വാമിയുടെ ശിഷ്യയായി തീരുകയും എന്താണ് അദ്ദേഹം ആ അധ്യാപികയുടെ എല്ലാ സമ്പത്തും ഭാരതീയ മഹിളകളുടെ പുരോഗതിക്ക് സമർപ്പിച്ച നോബിൾ പിൽക്കാലത്ത് സിസ്റ്റർ നിവേദിത എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ അവർക്കുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം എന്താണ് അവർ ഭാരതീയ സ്ത്രീകളുടെ മഹത്വത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഡിസംബർ 6-ാം തീയതി സ്വാമി ന്യൂയോർക്കിലേക്ക് മടങ്ങി. ഡിസംബർ 6-ാം തീയതി സ്വാമി എന്താണ് ന്യൂയോർക്കിലേക്ക് മടങ്ങി. അവിടെ കൃപാനന്ദ എന്ന പേരിൽ അറിയപ്പെട്ട ലിയോൺസ് ലാൻഡ് ബർഗിന്റെ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് കർമ്മയോഗത്തെക്കുറിച്ച് പ്രസംഗിച്ചു. എന്താണ് ഡിസംബർ 6-ന് സ്വാമി എവിടേക്ക് മടങ്ങി? ന്യൂയോർക്കിലേക്ക് മടങ്ങി. അവിടെ കൃപാനന്ദ എന്ന പേരിൽ അറിയപ്പെട്ട ലിയോൺസ് ലാൻഡ്സ്ബർഗിന്റെ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് കർമ്മയോഗത്തെക്കുറിച്ച് പ്രസംഗിച്ചു. സ്വാമിയുടെ പ്രസംഗങ്ങൾ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിച്ച അനുയായികൾ ജെ ഗുഡ്വിൻ എന്ന സമർത്ഥനായ ചെറുപ്പക്കാരനെ ചുരുക്കെഴുത്തുകാരനായി നിയമിച്ചു. അപ്പോഴെന്താണ് ആ സ്വാമിയുടെ പ്രസംഗങ്ങൾ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിച്ച അനുയായികൾ പ്രസംഗങ്ങൾ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണോ? ഇപ്പോഴൊക്കെയാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും അല്ലേ? വീഡിയോ ആണെങ്കിലും ഇപ്പം മാഡത്തിൻ്റെ ക്ലാസ്സൊക്കെ കണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കുമല്ലേ? അതുപോലെ റെക്കോർഡ് ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷെ എന്താണ് അത് നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ച് എന്താണ് അദ്ദേഹം ജെ ഗുഡ്വിൻ എന്ന സമർത്ഥനായ ചെറുപ്പക്കാരനെ ചുരുക്കെഴുത്തുകാരൻ ഷോർട്ട് ഹാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷോർട്ട് ഹാൻഡ്. അപ്പോൾ ഷോർട്ട് ഹാൻഡ് എടുത്ത് നമ്മൾ വലിയൊരു സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിനെ 1-2 അടയാളങ്ങൾ കൊണ്ട് ഷോർട്ട് ഹാൻഡിലാക്കി മാറ്റാൻ പറ്റും. ഷോർട്ട് ഹാൻഡ് നമ്മൾ പ്രത്യേകം ട്രെയിനിൽ നമ്മൾ പോയി പഠിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ഷോർട്ട് ഹാൻഡ് കേട്ടോ. അപ്പോഴെന്താണ് ആ ഷോർട്ട് ഹാൻഡ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഷോർട്ട് ഹാൻഡ് റൈറ്റർ ആരാണെന്നറിയാമോ? അറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ ഗണപതിയാണ്. ഗണപതി. അത് നിങ്ങൾക്ക് ആ ഒരു കഥ അറിയാമോ? കഥ പറയാൻ നിന്നാൽ നമ്മുടെ തേജസ്വിയ വാഗ്മി വഴിയിലായി പോകും. എന്നാലും പറയാതിരിക്കുന്നത് എങ്ങനെയാ? അധ്യാത്മരാമായണം എടുക്കുന്ന സമയത്തെ എന്താണ് നമ്മുടെ എഴുത്തച്ഛന് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിനൊന്ന് എഴുതി കൊടുത്ത് സഹായിക്കാൻ ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോഴെന്താണ് അദ്ദേഹം ഗണപതി ഭഗവാനെ എന്നോട് അഭ്യർത്ഥിച്ചു, ഭഗവാനെ എനിക്കൊന്ന് എഴുതി സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം എന്താണ് തെറ്റില്ലാതെ എഴുതണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാർക്കശ്യമായിട്ട് പറഞ്ഞു ഗണപതിയിലൂടെ. അപ്പോൾ ഗണപതി എന്താ ചെയ്തത്? ഞാൻ എഴുതിക്കൊള്ളാം, എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ എന്താണ് പറഞ്ഞു വരുന്നത് നിർത്തരുത്. നിർത്തി കഴിഞ്ഞാൽ ഞാൻ അന്നേരം എഴുത്ത് മതിയാകും. കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതെന്നില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞൊരു വാക്കുറപ്പിച്ച് അദ്ദേഹം രാമായണം പറഞ്ഞു കൊടുക്കുകയും ഗണപതി എഴുതുകയും ചെയ്തു. അങ്ങനെയാണ് വിശ്വാസം. ഞാൻ കണ്ടിട്ടില്ല സംഭവം, അങ്ങനെയാണോ എന്തോ, എന്തായാലും കഥ അതാണ്. ഓക്കെ, പുസ്തകത്തിലേക്ക് വരാം. അപ്പോഴെന്താണ് അദ്ദേഹം ഒരു ഷോർട്ട് ഹാൻഡ് എഴുത്തുകാരനെ അല്ലേ, എന്താണ് ചുരുക്കെഴുത്തുകാരനെ നിയമിച്ചു. അപ്പോഴദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും നഷ്ടപ്പെടാതെ എഴുതിയെടുക്കുകയാണ്. അമൂല്യങ്ങളായ ആ വാക്തജ്ഞങ്ങൾ പിൽക്കാല ജനതയ്ക്ക് പ്രകാശം നൽകുന്നതിന് കാരണക്കാരൻ ഗുഡ്വിനാണ്. സ്വാമിയോടൊപ്പം അദ്ദേഹം ഭാരതത്തിലേക്ക് പോരുകയും ചെയ്തു. അപ്പോഴെന്താണ് അദ്ദേഹത്തിൻ്റെ ആ അമൂല്യങ്ങളായിട്ടുള്ള രത്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെന്ന്. അതെന്താണ്? പിൽക്കാല ജനതയ്ക്ക് പ്രകാശം നൽകുന്നതിന് കാരണക്കാരൻ ഗുഡ്വിനാണ്. അദ്ദേഹം സ്വാമിയോടൊപ്പം ഭാരതത്തിലേക്ക് പോരുകയും ചെയ്തു.
1895 ക്രിസ്മസ് കാലം ബോസ്റ്റണിൽ താമസിച്ചു. അവിടെ വെച്ച് ഹാർവാർഡിലെ പ്രൊഫസർ വില്യം ജെയിംസുമായി പരിചയപ്പെട്ടു. ജെയിംസ് തന്റെ പ്രസംഗത്തിൽ വിവേകാനന്ദനെ ഗുരു എന്ന് വിശേഷിപ്പിച്ചു. പാശ്ചാത്യ നാടുകൾ വലിയ തലക്കെട്ടിൽ ആ വാർത്ത നൽകുകയും ചെയ്തു. തുടർന്ന് ന്യൂയോർക്കിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം ഭക്തിയോഗത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ന്യൂയോർക്കിലെ ജനങ്ങൾ അത്ഭുതം വഴിയുമായിട്ടാണ് ആ പ്രസംഗം ശ്രദ്ധിച്ചത്. അറിവിൻ്റെ പൂർണ്ണരൂപം എന്നവർ ഉദ്ഘോഷിച്ചു. ഇതാണ് അദ്ദേഹത്തിനെ അറിവിൻ്റെ പൂർണ്ണരൂപം എന്നാണ് ഉദ്ഘോഷിച്ചത്. 1896 ഹാർവാർഡ് വിശ്വവിദ്യാലയത്തിലെ പൗരസ്ത്യ ദർശനങ്ങളുടെ പ്രധാന അധ്യാപക സ്ഥാനം സ്വാമിയെ തേടിയെത്തി. സംസ്കൃത വകുപ്പിന്റെ അധ്യക്ഷ സ്ഥാനവും സ്വാമിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു. താനൊരു സന്യാസിയാണെന്നുള്ള കാരണത്താൽ അത് രണ്ടും സ്വാമി നിരസിച്ചു. ഇക്കാലത്ത് ഇംഗ്ലണ്ടിൽ ഒന്നുകൂടി എത്തണമെന്ന് സ്വാമിക്ക് ഒരു ക്ഷണം ലഭിച്ചു. ഇതനുസരിച്ച് 1896 ഏപ്രിൽ 15 അദ്ദേഹം ലണ്ടനിലേക്ക് പുറപ്പെട്ടു. അതിനു മുമ്പ് അമേരിക്കയിൽ അദ്ദേഹം നിർവഹിച്ച പ്രയത്നങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാൻ ഒരു സംഘടന ആവശ്യമെന്ന് കണ്ടു. അങ്ങനെ ന്യൂയോർക്കിൽ ഒരു വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. അപ്പോഴെന്താണ് അദ്ദേഹം 1896 ഹാർവാർഡ് വിശ്വവിദ്യാലയത്തിൽ എന്താണ് പൗരസ്ത്യ ദർശനങ്ങളുടെ പ്രധാന അധ്യാപക സ്ഥാനം അദ്ദേഹത്തെ എത്തുകയുണ്ടായി. പക്ഷെ എന്താണ് സംസ്കൃത വകുപ്പിന്റെ അധ്യക്ഷ സ്ഥാനവും സ്വാമിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു. താനൊരു സന്യാസിയാണെന്നുള്ള കാരണത്താൽ ഇത് രണ്ടും സ്വാമി നിരസിച്ചു. ഇക്കാലത്ത് ഇംഗ്ലണ്ടിൽ ഒന്നുകൂടി എത്തണമെന്ന ഒരു ക്ഷണം സ്വാമിക്ക് ലഭിച്ചു. അതനുസരിച്ച് 1896 ഏപ്രിൽ 15 അദ്ദേഹം ലണ്ടനിലേക്ക് പുറപ്പെട്ടു. അതിനു മുമ്പ് അമേരിക്കയിൽ അദ്ദേഹം നിർവഹിച്ച പ്രയത്നങ്ങൾ പരിപൂർണതയിൽ എത്തിക്കാൻ ഒരു സംഘടന ആവശ്യമെന്ന് കണ്ട് അദ്ദേഹം ന്യൂയോർക്കിൽ ഒരു വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. അപ്പം നമ്മുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്നായിട്ട് വായിച്ചു നോക്കുക ടെക്സ്റ്റ്. അതുപോലെ തന്നെ നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്, അത് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. പെൻഡിങ് ഒന്നും വെക്കരുത്, എല്ലാവരും എഴുതി തീർക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.